ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ദ സെഷൻ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 9th ഗ്രേഡിൽ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്താണ് കോർഡിനേറ്റ് ജോമെട്രി, എന്താണ് എക്സ് ആക്സിസ്, എന്താണ് വൈ ആക്സിസ്, എന്താണ് കാർട്ടീഷ്യൻ പ്ലെയിൻ, എന്താണ് ഓർഡിനേറ്റ്സ്, എന്താണ് ആബ്സിസ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 9th ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ഈ വർഷം അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. എങ്കിൽ പോലും നമുക്ക് ഒന്നുകൂടെ ആദ്യത്തെ ഒരു ചെറിയ ടോപ്പിക് നമുക്കൊന്ന് പറഞ്ഞു പോകാം. എന്താണ് കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ള ഡീറ്റെയിൽ ആണ് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, കാർട്ടീഷ്യൻ പ്ലെയിൻ. കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്പർ ലൈൻ എക്സ് ആക്സിസും വൈ ആക്സിസും, ഓക്കെ, ഹോറിസോണ്ടൽ ആയിട്ടുള്ള നമ്പർ ലൈനും വെർട്ടിക്കൽ ആയിട്ടുള്ള നമ്പർ ലൈനും കൂട്ടിമുട്ടുമ്പോൾ ഫോം ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാ? കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയാം. Got it? The Cartesian plane coordinate system, there is a Cartesian plane which is made up of two number lines which are perpendicular to each other. രണ്ട് നമ്പർ ലൈൻസ് കൂടി ചേരുന്നതിനാണ് എന്തെന്ന് പറയാ? കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയാം. ഈ രണ്ട് നമ്പർ ലൈൻസ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ഹോറിസോണ്ടൽ ലൈനിനെ നമുക്ക് എക്സ് ആക്സിസ് എന്നും വെർട്ടിക്കൽ ലൈനിനെ വൈ ആക്സിസ് എന്നും പറയാം. ഹോറിസോണ്ടൽ ലൈന് എക്സ് ആക്സിസും വെർട്ടിക്കൽ ലൈന് y axis, which represents two variables. These two perpendicular lines are called coordinate axis. എന്താണ്? ഈ രണ്ട് ഹോറിസോണ്ടൽ, ഒരു ഹോറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും, ഈ രണ്ട് ലൈൻസും കൂടി ചേരുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ കോർഡിനേറ്റ് ആക്സിസ് രണ്ട് ലൈൻസിന്റെ കാര്യമാണല്ലോ. ഫസ്റ്റ് വൺ ഈസ് ഹോറിസോണ്ടൽ ലൈൻ, അതെന്താണ്? എക്സ് ആക്സിസ് ആണ്. സെക്കൻഡ് ലൈൻ ഈസ് വെർട്ടിക്കൽ ലൈൻ, ദാറ്റ് ഈസ് വൈ ആക്സിസ്. ഓക്കെ, അപ്പോ കോർഡിനേറ്റ് ജോമെട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എക്സ് ആക്സിസും വൈ ആക്സിസും. ഇത് തമ്മിൽ ഒരിക്കലും തിരിഞ്ഞു പോകരുത്. ഇത് തിരിഞ്ഞു പോയോ പ്രശ്നം മൊത്തം, ആൻസർ മൊത്തം തെറ്റും. ഓക്കെ, ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇവിടെ ഓർഡേർഡ് പെയർ, നമ്മൾ ഓരോ പോയിന്റ് പ്ലോട്ട് ചെയ്യുന്നതിനും ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. ആ ഓർഡേർഡ് പെയർ എ കോമ ബി റെപ്രസെന്റ്സ്, എ എന്ന് പറയുന്ന ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് എലമെന്റ് എന്താ? എക്സ് ആക്സിസില്. ഇപ്പൊ നമ്മള് എ കോമ ബി എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് നമ്പർ റെപ്രസെന്റ്സ് എക്സ് ആക്സിസ് ആൻഡ് ദ സെക്കൻഡ് നമ്പർ റെപ്രസെന്റ്സ് വൈ ആക്സിസ്. അപ്പൊ ഫസ്റ്റ് എലമെന്റ് ഏത് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ്? എക്സ് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ്. സെക്കൻഡ് എലമെന്റ് വൈ ആക്സിസിനെയും റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എക്സ് വൈയും വൈ എക്സും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈക്വൽ. ദാറ്റ് മീൻസ് 1,2 is not at all equal to 2,1. ഓക്കെ, 1 2 2 1 എന്തല്ല? ഈക്വൽ അല്ല. അപ്പോ എനി പോയിന്റ് ഓൺ ദിസ് ലൈൻ കോർഡിനേറ്റ് പ്ലെയിൻ is represented by an ordered pair of numbers. A comma b is an ordered pair with a is the first element എന്താണ്? is the x coordinate and b is the y coordinate. ആദ്യത്തെ എലമെന്റ് എക്സ് ആക്സിസിനെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള നമ്പർ ആണ്, രണ്ടാമത്തെ എലമെന്റ് വൈ ആക്സിസിനെ ഡിപെൻഡ് ചെയ്തിട്ടുള്ളതാണ്. Got it? അപ്പോ അടുത്തത് നോക്കിയാലോ, കോർഡിനേറ്റ്സ്. അപ്പോ ആദ്യത്തെ എലമെന്റ് എക്സ് ആക്സിസിനെയും രണ്ടാമത്തെ എലമെന്റ് വൈ ആക്സിസിനെയും ഡിപെൻഡ് ചെയ്തിട്ടുള്ളതാണല്ലേ പറഞ്ഞേ. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദി വൈ ആക്സിസ് ഈസ് നോൺ ആസ് ആബ്സിസ. അതായത് വൈ ആക്സിസിൽ നിന്നൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറി കാണുന്ന, എക്സ് ഡിസ്റ്റൻസ് മാറി കാണുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആബ്സിസ. ആബ്സിസ അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? എക്സ് കോർഡിനേറ്റ് എന്ന് പറയാം. എന്താണ്? എക്സ് കോർഡിനേറ്റ്. അപ്പോ എക്സ് കോർഡിനേറ്റ് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ആബ്സിസ. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ആബ്സിസ. ഇനി വൈ കോർഡിനേറ്റ് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഓർഡിനേറ്റ്. ഓക്കെ, ഓർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഓർഡിനേറ്റ്. അപ്പോ വൈ കോർഡിനേറ്റ് ഉണ്ട്, എക്സ് കോർഡിനേറ്റ് ഉണ്ട്. ഒരു ഓർഡേർഡ് പെയർ എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ എന്തായിരിക്കും? എക്സ് ആയിരിക്കും, രണ്ടാമത്തെ ലെറ്റർ വൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ലെറ്ററിന് നമുക്ക് എന്തെന്ന് പറയാം? ആബ്സിസ. ആബ്സിസ എന്ന് പറയാം. രണ്ടാമത്തെ ലെറ്ററിന് എന്തെന്ന് പറയാം? ഓർഡിനേറ്റ്. ഓർഡിനേറ്റ് എന്നും പറയാം. ഓക്കെ, ആദ്യത്തെ ലെറ്റർ ആബ്സിസ, സെക്കൻഡ് ലെറ്റർ ഓർഡിനേറ്റ്. അപ്പോ എന്താണ് ആബ്സിസ, എന്താണ് ഓർഡിനേറ്റ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്കത് അടുത്ത സെഷനിലോട്ട് നോക്കാം. Consider the point P 3 2 where 3 is the abscissa or x coordinate and 2 is the ordinate or y coordinate. നമുക്ക് 9th ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, 9th നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു? ഒരു പോയിന്റ് തന്നിട്ട് അത് കോർഡിനേറ്റ് പ്ലോട്ട് ചെയ്യുന്ന രീതിയാണ് പഠിച്ചത് അല്ലെ. അപ്പൊ ആദ്യത്തെ നമ്പർ ഇപ്പം നമ്മൾ 3,2 എന്ന് പറയുന്ന പോയിന്റ് വന്നു.
3 എവിടുത്തെ ആയിരിക്കും? എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. 2 എവിടുത്തെ ആയിരിക്കും? വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. ഇതാ ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് 3,2 ആണ്. 3 എവിടുത്തെ പോയിന്റ് ആണ്? എക്സ് ആക്സിസിലെ 3യും പിന്നെ വൈ ആക്സിസിലെ 2. എക്സ് ആക്സിസിലെ 3 നമുക്ക് എന്തെന്ന് പറയാം? ആബ്സിസ എന്ന് പറയാം. ആബ്സിസ. വൈ ആക്സിസിലെ 2 എന്തെന്ന് പറയാം? ഓർഡിനേറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ആബ്സിസ, എന്താണ് ഓർഡിനേറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. സോ എക്സ് ആക്സിസിലെ പോയിന്റ് ആബ്സിസ് ആണ്, വൈ ആക്സിസിലെ പോയിന്റ് ഓർഡിനേറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഒറിജിൻ. നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു 2 നമ്പർ ലൈൻ കൂടി ചേരുന്നതാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. 2 നമ്പർ ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഹോറിസോണ്ടൽ നമ്പർ ലൈൻ ഉണ്ട്, ഒരു വെർട്ടിക്കൽ നമ്പർ ലൈൻ ഉണ്ട്. Sure, the horizontal number line is named as x-axis and the vertical number line is named as y-axis. അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടുന്നത്, ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞേ, ഇത് രണ്ടും കൂട്ടിമുട്ടുന്നത് 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒറിജിൻ. ഓക്കെ, ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റിന് പറയുന്ന പേരാണ് ഒറിജിൻ. ക്ലിയർ? ആ ഒറിജിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? 0,0. എക്സും അവിടെ 0 ആണ്, വൈയും അവിടെ 0 ആണ്. കാരണം എന്താ? ഇത് രണ്ടും കൂട്ടിമുട്ടുന്നത് 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടുന്നത് 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പൊ അവിടുത്തെ കോർഡിനേറ്റ് എന്താണ്? എക്സും 0 ആണ്, വൈയും 0 ആണ്. ഓക്കെ, ഇനി പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. എക്സ് ആക്സിസിലെ പോയിന്റും വൈ ആക്സിസിലെ പോയിന്റും തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എക്സ് ആക്സിസിലെ പോയിന്റുകളുടെ പ്രത്യേകത നോക്കിയേ. 1 0 2 0. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്താണെന്ന് പറയാ? 3,0. ഓക്കെ, 3 0. സപ്പോസ് ഹിയർ വി ഹാവ് എ നമ്പർ -1. ഇവിടുത്തെ പോയിന്റ് എന്താ വരിക? -1,0. ഓക്കെ, 1 0 2 0 3 0 -1 0. എന്തുകൊണ്ടാണ് ഇതെല്ലാം? ഇതിന്റെ പ്രത്യേകത എന്താ? എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ എന്തെന്നാ പറഞ്ഞിട്ടല്ലേ? വൈയുടെ വാല്യൂ 0 ആയിരിക്കും. എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ y 0 ആയിരിക്കും. അപ്പോ ഇവിടുത്തെ പോയിന്റിന്റെ പ്രത്യേകത എന്താ? 1 0 2 0 പിന്നെ -5 0. ഇതെല്ലാം ഏത് പോയിന്റ്, ഏത് ആക്സിസിലാണ്? എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പോ സെക്കൻഡ് എലമെന്റ് 0 ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്താന്ന് ഉറപ്പിക്കാം? അത് ഏത് ആക്സിസിലെയാണ്? എക്സ് ആക്സിസിലാണ്. ഓക്കെ, അപ്പൊ എവറി പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ഹാസ് എ y കോർഡിനേറ്റ് ആസ് 0. ഇവിടുത്തെ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിസിലെ പോയിന്റുകളുടെ പ്രത്യേകത എന്താണ്? y കോർഡിനേറ്റ് 0 ആണ്. ഗോട്ട് ഇറ്റ്? ഇനി y ആക്സിസിലെ പോയിന്റ് ആണെങ്കിലോ നേരെ ഉൾട്ടയാവും, നേരെ ഓപ്പോസിറ്റ് ആവും. എങ്ങനെ? എക്സ് ആക്സിസിലെ പോയിന്റിൽ y 0 ആയിരുന്നെങ്കിൽ y ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? x 0 ആയിരിക്കും. അപ്പോ y ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത 0y എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും വരിക. 0,y എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 0 1 0 2 0 -5 നെഗറ്റീവ് നമ്പേഴ്സും വരാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്താ? 0 1 0 2. ഈ പോയിന്റ് എന്ത് കൊടുക്കാം? 0 3 എന്ന് കൊടുക്കാം. ഈ പോയിന്റ് എന്ത് കൊടുക്കാം? 0,4 എന്ന് കൊടുക്കാം. ഇവിടുത്തെ പോയിന്റ് -1 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 0,-1. ഇവിടെ -2 വരുവാണെങ്കിൽ ഇതെന്ത് വരും? 0,-2. അപ്പൊ എന്ത് മനസ്സിലായി? y ആക്സിസിലെ പോയിന്റുകളുടെ പ്രത്യേകത എന്താ? y ആക്സിസിലെ പോയിന്റില് x 0 ആണ്. അപ്പൊ y ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 0 ആണ്. എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിലോ വൈയുടെ വാല്യൂ 0 ആയിരിക്കും. y 0 ആകുമ്പോൾ അത് എവിടെയാണ്? എക്സ് ആക്സിസിലാണ്. അതാ നോക്കിക്കേ, 1 0 2 0. ഇവിടുത്തെ പോയിന്റ് ആണെങ്കിൽ 3,0. ഇതെല്ലാം ഏത് ആക്സിസിലെ പോയിന്റാ? എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. എക്സ് ആക്സിസ് ഏത് ലൈനാണ്? ഹോറിസോണ്ടൽ ലൈൻ ആണ്. y ആക്സിസ് ഏത് ലൈനാണ്? വെർട്ടിക്കൽ ലൈൻ ആണ്. ഓക്കെ, അപ്പോ ഹോറിസോണ്ടൽ ലൈനിലെ 3 പോയിന്റുകൾ നമ്മൾ പ്ലോട്ട് ചെയ്തു. 1 0 2 0 3 0. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ? y കോർഡിനേറ്റ് 0 ആണ്, yയുടെ വാല്യൂ 0 ആണ്. y ആക്സിസിലെ പോയിന്റ് ആണെങ്കിലോ y ആക്സിസിലെ പോയിന്റ് വരുമ്പോൾ എന്താ വരിക? 0 1 0 2 0 3 0 4 എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? yയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആണെങ്കിൽ y ആക്സിസിലാണെങ്കിൽ എന്താ വരിക? എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. എക്സ് ആക്സിസിലാണെങ്കിൽ എന്താ വരിക? yയുടെ വാല്യൂ 0 ആയിരിക്കും. y 0 ആകുമ്പോൾ എക്സ് ആക്സിസ്, എക്സ് 0 ആകുമ്പോൾ y ആക്സിസ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം.
അടുത്ത നിങ്ങളുടെ 10th സിലബസ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്റ്റൻസ് ഫോർമുല. എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല? ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഇഷ്ടമുള്ള ഇടവേളയിൽ നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് പ്ലോട്ട് ചെയ്യാം. ഇതൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ്. ഇത് എക്സ് ആക്സിസ് ആണ്. ഈ കാണുന്ന വൈ ആക്സിസ് ആണ്. ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇഷ്ടമുള്ള എത്ര വേണേലും പോയിന്റ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഈ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ പ്ലോട്ട് ചെയ്തിട്ട് ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അങ്ങനെ ഇവിടെ നോക്കിയേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് ഓൺ എക്സ് ആക്സിസ് ഇസ് ഗിവൻ ബൈ x2 മൈനസ് x1. അതുപോലെ പോയിന്റ് ഓൺ വൈ ആക്സിസ് ആണെങ്കിൽ y2 മൈനസ് y1. ഇതിന് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ഇപ്പോ എക്സ് ആക്സിസിലെ രണ്ട് പോയിന്റുകൾ ഇവിടെ ഡി എന്ന് പറയുന്ന പോയിന്റും ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ ഓരോ പോയിന്റിന്റെയും പ്ലോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് നോക്കിയാൽ ഇവിടെ കാണുന്ന പോയിന്റ് എന്താ? 4. എക്സ് ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത എന്താ? എക്സ് ആക്സിസിലെ പോയിന്റ് പ്രത്യേകത എന്താ? y0 ആണ്. അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് എന്ത് കൊടുക്കാം? 4,0. ഇവിടെ ആണെങ്കിലോ സി എന്താ? ഇവിടെ -8 ആണ്. -8,0. -8,0. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിലാ ഇത് ഏത് ആക്സിസിലാ? y ആക്സിസിലാണ്. y ആക്സിസിലെ പ്രത്യേകത എന്താ? എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. 0,6. ഇവിടുത്തെ പോയിന്റ് 6 ആണ്. ബി എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിലാ 0,-2. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ പോയിന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ആക്സിസിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എ ബി കണ്ടുപിടിക്കാം. എ ബി ഏത് ആക്സിസിലെ പോയിന്റുകളാ? വൈ ആക്സിസിലെ പോയിന്റുകളാണ്. വൈ ആക്സിസിലെ പോയിന്റുകളിലെ ഡിസ്റ്റൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? ആ നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. മോഡുലസ് ഇടുന്ന വേറൊന്നും കൊണ്ടല്ല. മോഡുലസ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡുലസിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് വന്നാലും പോസിറ്റീവ് ആണ്, പോസിറ്റീവ് നമ്പേഴ്സ് വന്നാലും നെഗറ്റീവ് ആണ്. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് വരാൻ പറ്റില്ലല്ലോ. അതായത് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് മലപ്പുറം വരെ എത്രയാ? 60 കിലോമീറ്റർ എന്ന് കരുതുക. ഓക്കെ, കോഴിക്കോട് നിന്ന് മലപ്പുറം വരെ 60-65 കിലോമീറ്റർ എന്ന് കരുതുക. അതൊരിക്കലും -65 കിലോമീറ്റർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ ആകെ 5 കിലോമീറ്ററേ ഉള്ളൂ. ആ 5 കിലോമീറ്റർ എനിക്ക് എന്ത് ചെയ്യാം? -5 കിലോമീറ്റേഴ്സേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുമോ? എന്റെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ -5 കിലോമീറ്റേഴ്സ് ഉള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് നമ്പർ ഡിപ്പെൻഡ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല. സോ ഹിയർ വി ക്യാൻ ടേക്ക് ദ ഡിസ്റ്റൻസ് ആസ് എ പോസിറ്റീവ് നമ്പർ. അപ്പോ നമുക്ക് നമ്പേഴ്സ് നോക്കിയാലോ? 6 മൈനസ് 2. ഇതൊരു മോഡുലസ് ഓഫ് 6 + 2 എത്ര വരും? 8. എ എന്ന് പറയുന്ന പോയിന്റ് 6ൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റ് -2 വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 8 യൂണിറ്റ്സ് ഉണ്ട്. 8 യൂണിറ്റ്സ്. ഇനി സി ഡി നോക്കുവാണെങ്കിലോ? സി എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിസിലും ഡി എന്ന് പറയുന്ന പോയിന്റും എക്സ് ആക്സിസിൽ തന്നെയാണ്. ഇപ്പൊ സി ഡി എന്ന് പറയുന്ന പോയിന്റ് നോക്കുവാണെങ്കിൽ എക്സ് തമ്മിലുള്ള വ്യത്യാസം ഏതാ? -8 -4 ഇതാ -12. മോഡുലസിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ എന്തെടുത്താം? പോസിറ്റീവ് നമ്പർ ആയിട്ട് എഴുതാം. 12 യൂണിറ്റ്സ്. ഓക്കെ, 12 യൂണിറ്റ്സ്. അപ്പൊ മോഡുലസ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. മോഡുലസ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ എന്താണ്? മോഡുലസിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ അതെന്തായിട്ട് എടുക്കും? പോസിറ്റീവ് നമ്പർ ആയിട്ട് എടുക്കും. പോസിറ്റീവ് നമ്പർ ആണെങ്കിലോ ഒബ്വിയസ്ലി പോസിറ്റീവ് തന്നെ. ഓക്കെ, അപ്പോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിസ് ആണെങ്കിൽ എന്താ? തന്നിരിക്കുന്ന രണ്ട് പോയിന്റ് തമ്മിൽ മൈനസ് ചെയ്യാം. അതിനകത്ത് പ്രത്യേകിച്ച് ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. വൈ ആക്സിസ് ആണെങ്കിലും സെയിം പ്രോസസ്, വൈ തമ്മിൽ മൈനസ് ചെയ്യാം. ആക്സിസുകളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ഡിസ്റ്റൻസ് ഫോർമുല. എക്സ് ആക്സിസിലും അല്ല വൈ ആക്സിസിലും അല്ല, ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ വരികയാണെങ്കിൽ ഇത് ഏത് ക്വാഡ്രന്റ് ആണ്? എക്സ് പോസിറ്റീവ് ആണ്, വൈയും പോസിറ്റീവ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഹിയർ വി ഹാവ് സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ഇതിൽ ഏത് ക്വാഡ്രന്റിൽ വേണേലും നമുക്ക് പോയിന്റ് പ്ലോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 4 പോയിന്റുകളുണ്ട്, 4 ക്വാഡ്രന്റുകളുണ്ട്. അതിൽ ഫസ്റ്റ് ക്വാഡ്രന്റില് 2 പോയിന്റുകളാണ് Px1y1, Qx2y2. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അതായത് x1 y1 എന്ന് പറയുമ്പോൾ ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് അല്ലേ? ഈ പോയിന്റ് x1 എന്നും ഈ പോയിന്റ് y1 എന്നും കൊടുത്തു. x2 y2 എന്ന് പറയുമ്പോഴോ
ഈ പോയിന്റ് x2, എക്സ് ആക്സിസിലെ പോയിന്റ് x2ഉം y ആക്സിസിലെ പോയിന്റ് y2 എന്ന് കൊടുത്തു. ഇനിയോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത് x2 ആണ്, ഇത് x1 ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? എക്സ് ആക്സിസിലെ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? മോഡുലസ് ഓഫ് x2 മൈനസ് x1, x2 മൈനസ് x1, x1ഉം x2ഉം x1ഉം തമ്മിൽ മൈനസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എക്സ് ആക്സിസിലെ പോയിന്റുകൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്താൽ പോരെ, എക്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ പോരെ, x2 മൈനസ് x1. y ആക്സിസിലെ പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിലോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി, y2 മൈനസ് y1. ഓക്കെ, ഇത് x2 മൈനസ് x1ഉം ഇത് y2 മൈനസ് y1. അപ്പോ ഇത് x2 മൈനസ് x1 ആണെങ്കിൽ ഇതും എന്ത് തന്നെ ആയിരിക്കും? x2 മൈനസ് x1. ഇതോ y2 മൈനസ് y1. നമുക്ക് പൈതഗോറസ് തിയറം പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? പൈതഗോറസ് തിയറം എന്താ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, നമുക്ക് ബേസ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു pq സ്ക്വയർ. എങ്ങനെയാ വന്നേ? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു pq സ്ക്വയർ. ഇങ്ങനെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? pq സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്? അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് pq എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, p മുതൽ q വരെയുള്ള ഡിസ്റ്റൻസ്. നമുക്കിവിടെ സ്ക്വയർ മാറ്റിയാലോ? pq എന്ന് പറയുമ്പോഴത്തേക്ക് റൂട്ട് ഓഫ് എന്താ? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഇനി നിങ്ങൾ തിരിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എങ്ങനെ? x2 മൈനസ് x1 പകരം x1 മൈനസ് x2, y2 മൈനസ് y1 പകരം y1 മൈനസ് y2. സ്ക്വയർ കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം പ്രത്യേകത പറഞ്ഞത്. അതായത് ഇത് നമ്മൾ നേരെ തിരിച്ചു റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ എന്നെടുത്താലും ഒരു പ്രശ്നവുമില്ല എന്നർത്ഥം. രണ്ടും ഒരേ ആൻസർ തന്നെ വരുള്ളൂ, കാരണം സ്ക്വയർ എടുക്കുന്നതുകൊണ്ടാണ്. നെഗറ്റീവ് നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ എന്തായാലും പോസിറ്റീവ് നമ്പർ വരുള്ളൂ. ഇത് ഡിഫറൻസ് എടുക്കുമ്പോൾ നെഗറ്റീവ് വരുന്നുണ്ടോ പോസിറ്റീവ് വരുന്നുണ്ടോ എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എക്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ എടുക്കുക, വൈ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുക, സ്ക്വയർ എടുക്കുക. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? pqന്റെ ഡിസ്റ്റൻസ് വരും. അപ്പോ ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. എക്സ് തമ്മിലുള്ള ഡിഫറൻസിന്റെ സ്ക്വയർ പ്ലസ് y തമ്മിലുള്ള ഡിഫറൻസിന്റെ സ്ക്വയർ, അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഗോട്ട് ഇറ്റ്? ഇനി ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ. ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് അല്ലെ? ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ് എന്താ? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഒ പി എടുക്കുമ്പോൾ ഒ പി എന്ന് പറയുന്നത് ഒ മുതൽ പി വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. എന്താണ്? റൂട്ട് ഓഫ് എന്താ? എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. എന്താ വരിക? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പൈതഗോറസ് തിയറം തന്നെ യൂസ് ചെയ്യാം. ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഇവിടെയും എക്സ് തന്നെ, ഈ ഡിസ്റ്റൻസ് y എന്ന് കൊടുത്തു. അപ്പോ ഈ ഒരു റൂട്ട് അനുസരിച്ച് ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? ഫ്രം ദി ഒറിജിൻ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നേരത്തെ ഡിസ്റ്റൻസ് ഫോർമുലയുടെ കാര്യം പറഞ്ഞ എന്താ? റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. എന്തിനായിരുന്നു? നമ്മള് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നോക്കിയതാണ്. അതുപോലെ തന്നെ ആക്സിസ് അല്ലെങ്കിൽ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഗോട്ട് ഇറ്റ്? അടുത്ത പോയി നോക്കാം. കൊളീനിയർ ആൻഡ് നോൺ കൊളീനിയർ പോയിന്റ്. എന്താണ് കൊളീനിയാരിറ്റി? എന്തായിരിക്കും കൊളീനിയാരിറ്റി? ഒന്നുമില്ല, 3 or more points lie on the same straight line. ഒരേ ലൈനിൽ കാണപ്പെടുന്ന 3 അതിലധികമോ പോയിന്റുകളെ നമ്മൾ എന്താ പറയാ? കൊളീനിയർ പോയിന്റ് എന്ന് പറയാം. ദാ ഇവിടെ നോക്കിയാൽ പിയും ക്യൂവും ആറും x1 y1 x2 y2 x3 y3 ഇതെല്ലാം എവിടുത്തെ പോയിന്റുകളാണ്? ഒരൊറ്റ ലൈനിലുള്ള പോയിന്റുകളാണ്. നമുക്ക് x1 y1 x2 y2 x3 y3 ഈ കാണുന്ന പോയിന്റുകളെല്ലാം ഒരേ ലൈനിൽ ഫോം ചെയ്യുന്ന പോയിന്റുകളാണ്. അങ്ങനെ നമുക്ക് എന്തെന്ന് പറയാം? ഇത് കൊളീനിയർ പോയിന്റ്സ് ആണെന്ന് പറയാം. ഓക്കെ, മൂന്ന് പോയിന്റും എന്താണ്? ഒരേ ലൈനിൽ ഫോം ചെയ്തിരിക്കുന്നതാണ്. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ്
കൊളീനിയർ പോയിന്റ്. അപ്പൊ എന്തായിരിക്കും നോൺ കൊളീനിയർ പോയിന്റ്? നോൺ കൊളീനിയർ പോയിന്റ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ എന്തല്ല, ഒരേ ലൈനിൽ ഫോം ചെയ്യാത്ത നമ്പറുകളാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എം എൻ ഒ പി ക്യു ഇതെല്ലാം എം എൻ ഒ പി ക്യു ഇങ്ങനെയായിരുന്നെങ്കിലോ, എം എൻ ഒ പി ക്യു ഇങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം, എം എൻ ഒ പി ക്യു ഒരേ ലൈനിലുള്ളതാണ്, അത് കൊളീനിയർ ആണ് എന്ന് പറയാം. ഇതെന്തല്ല, ഈ കാണുന്നത് എന്തല്ല, it is non collinear. ഈ കാണുന്ന പോയിന്റുകളെല്ലാം ഒരൊറ്റ ലൈനിലുള്ളതാണോ? ആണോ? എം എൻ എന്ന് പറയുന്ന ലൈനിലുള്ള എം എൻ എന്ന് പറയുന്ന ലൈൻ താഴോട്ട് നീട്ടി വരച്ചാലോ, അവിടെ ഓ വരുന്നുണ്ടോ? ഇല്ല. പി വരുന്നുണ്ടോ? ഇല്ല. ക്യൂവും വരുന്നില്ല. ഇനി ഒ എൻ നീട്ടി വരച്ചാലോ, പിയും വരുന്നില്ല, ക്യൂവും വരുന്നില്ല. ഈ പോയിന്റുകളെല്ലാം സ്കാറ്റർ ആയി കിടക്കുന്നതാണ്, ഒരേ ലൈനിൽ ഫോം ചെയ്യാത്ത നമ്പേഴ്സ് ആണ്. സോ വി ക്യാൻ കോൾ ദം നോൺ കൊളീനിയർ പോയിന്റ്സ്. ഓക്കെ, കൊളീനിയർ ആണോ നോൺ കൊളീനിയർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. എന്താ? ഇതിനൊരു ഡിസ്റ്റൻസ് ഉണ്ടാവല്ലോ, പി ക്യു സപ്പോസ് വി ഹാവ് 2 സെന്റിമീറ്റർ, ക്യു ആർ 3 സെന്റിമീറ്റർ. ഇത് രണ്ടും കൂടെ കൂട്ടിയാലോ, 2 + 3 5 സെന്റിമീറ്റർ. ഈ ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. എങ്ങനെ? പി ക്യു കണ്ടുപിടിക്കുക, ക്യു ആർ കണ്ടുപിടിക്കുക, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ പി ആർ കിട്ടുന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ദം ദീസ് 3 ലൈൻസ് ആർ കൊളീനിയർ. ഗോട്ട് ഇറ്റ്? പി ക്യു പ്ലസ് ക്യു ആർ ഈക്വൽ ടു പി ആർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ കൊളീനിയർ പോയിന്റ് 3 പോയിന്റ് തന്നിട്ട് കൊളീനിയർ ആണോ അല്ലേ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്ത് നോക്കുക, പി ക്യു പ്ലസ് ക്യു ആർ ഈക്വൽ ടു പി ആർ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? കൊളീനിയർ ആണ്, അല്ലെങ്കിൽ കൊളീനിയർ അല്ല. ഓക്കെ, അപ്പോ എന്താണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. എന്താണ് ആക്സിസ്, എന്താണ് കാർട്ടീഷ്യൻ പ്ലെയിൻ, ഡിസ്റ്റൻസ് ഫോർമുല പറഞ്ഞു. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ ഒരു എക്സ് ആക്സിസിലുള്ള പോയിന്റിന്റെ പ്രത്യേകതകൾ പറഞ്ഞു, എക്സ് ആക്സിസിലുള്ള പോയിന്റ്സിന്റെ ഡിസ്റ്റൻസിങ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ വൈ ആക്സിസിലെ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. കാർട്ടീഷ്യൻ പ്ലെയിനിലുള്ള പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞു. ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നല്ലോണം നോക്കിക്കോണം. നമുക്ക് അടുത്ത സെഷനിൽ ഇതിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കുറച്ച് ട്രിക്സ് ഒക്കെ ബേസ് ചെയ്ത് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, ടിൽ ദെൻ നെക്സ്റ്റ് ടൈം, ബൈ.